ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നെയ്യ് ഉണ്ടാക്കാണ് കേട്ടോ. ഇന്നത്തെ പരിപാടിയല്ല, കുറേ ദിവസമായിട്ട് ഇങ്ങനെ പാലിൻ്റെ പാട എടുത്ത് ബോട്ടിലിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ബോട്ടിൽ ഐസ്ക്രീമിൻ്റെ 2 ബോട്ടിൽ നിറഞ്ഞതിന് ശേഷം ആ, വെണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സാധനം കൊട്ടിയൂർ അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചതാണേ. ആ, ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ മിക്സിയിലടിക്കാറാണുള്ളത്. വെണ്ണ കടയുന്ന സാധനം നോക്കിയിട്ട് മരത്തിൻ്റെതായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഇതെടുത്തത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെണ്ണ നല്ല നല്ല വെണ്ണയായിട്ട് കിട്ടി. പക്ഷേ ഇനി ഇത് അടുത്ത ടാസ്ക് ഇത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ചെറിയ ഗ്യാപ്പേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയെടുത്തു. ഇതാണ് കേട്ടോ ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വെണ്ണ. ഇനി ഇത് നല്ല വൃത്തിയിൽ 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ 2-3 ദിവസമൊക്കെ ഇങ്ങനെ വെച്ച് കഴുകിയിട്ടാണ് പിന്നെ നെയ്യ് അടിക്കുന്നത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു, നെയ്യൊക്കെ അടിച്ചു വെച്ചു. പിന്നെ ഇതെടുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ വെണ്ണയും കൂട്ടിയിട്ട് ബ്രെഡ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ വെണ്ണയും കൂട്ടിയിട്ട് ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രെഡും വെണ്ണയും കഴിച്ചു. പിന്നെ അതിന് ശേഷം നെയ്യ് ഉരുക്കാൻ നിന്നു. അമ്മൂട്ടിക്ക് ഇതിൽ വെണ്ണേനേക്കാളും ഇഷ്ടം അമ്മൂട്ടിക്ക് നെയ്യാണ്. പക്ഷേ എനിക്ക് വെണ്ണയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് നിന്നു. നെയ്യ് ഉരുക്കുമ്പോൾ അതിൻ്റെ ആ സ്മെല്ല് വരുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല കേട്ടോ. അത് എന്താണെന്നറിയില്ല, അതിൻ്റെ അടുത്ത് പോകുന്നത് സ്മെല്ല് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ ചെയ്തു. ആയി വരുന്നുണ്ട് കേട്ടോ, ഏകദേശം നെയ്യ് ആവാറായിട്ടുണ്ട്. ഈ പദം മുഴുവനും ഇങ്ങനെ പതഞ്ഞ് വരുന്നത്, തിളച്ച് വരുന്നത് നിന്ന് കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും ആയിട്ടുണ്ടാവും. പിന്നെ അധികം മൂത്ത് പോകാൻ നിൽക്കരുത്. എൻ്റെ നെയ്യ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ നല്ല സൂപ്പർ നെയ്യ് റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം തണിഞ്ഞതിന് ശേഷം ഞാനൊരു കുപ്പിയിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ നെയ്യ്. ഞാൻ ഇതിന് മുന്നേ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു ചേച്ചിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബായ്.